ഞങ്ങളുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും രാവിലത്തെ ഒരു വീഡിയോ ആണ്. രാവിലെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പൂരി. ഞങ്ങളെ നല്ല അടിപൊളി ഒരു പൂരി ഉണ്ടാക്കാൻ പോട്ടെ. അടിപൊളി ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പൂരി. അപ്പൊ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? ഞങ്ങൾ ഇത്രയും നാളും പൂരി ഉണ്ടാക്കുമ്പോഴൊന്നും പൂരിയൊന്നും എന്താ പറയാ പൊങ്ങത്തൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഈ കടകളിലൊക്കെ പൂരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബുസ്സൊന്നും ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ ഇന്നത്തെ പൂരി എന്തായാലും പൊങ്ങുമോ നമുക്ക് നോക്കാം അല്ലെ? കുറെ പേര് പറഞ്ഞു ഈ റവയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പൂരി പൊങ്ങുമെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്കൊന്ന് റവയൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി പൂരി ഉണ്ടാക്കിയാലോ? ഓക്കെ അല്ലേ? അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമ്മുടെ പൂരിക്കുള്ള 2 കപ്പ് പൊടി നമ്മൾ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് റവ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കി നമ്മുടെ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിലേക്ക്, ഒത്തിരി അങ്ങ് വെള്ളമായി പോകാതെ ചപ്പാത്തി പരുവത്തിലേക്ക്, കുറച്ചൊന്നും ഒത്തിരി ഹാർഡും ആകാതെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അപ്പോൾ നമ്മുടെ പൂരിയുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ നോക്കുകയാണ്. കണ്ടോ, മാവ് 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചപ്പാത്തിക്ക് ഉരുട്ടുന്നതിലും കുറച്ചും കൂടി ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ പൊന്നൂസും കുട്ടൂസും 2 ഉരുട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൂരി നമ്മൾ പരത്തുകയാണ്. ചെറിയ രീതിയിൽ പൊടിയിൽ നിന്ന് മുക്കിയിട്ട് നമ്മുടെ പൂരി നമുക്ക് പരത്തിയെടുക്കാം. ഏകദേശം നല്ല റൗണ്ടിൽ നമുക്ക് നമ്മുടെ പൂരി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൂരി നമ്മളിതാ ഇങ്ങനെ നല്ല റൗണ്ടിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മുടെ പൂരി നമുക്ക് പൊങ്ങുമോ ഇല്ലെന്ന് നോക്കാം. പൊന്നൂസേ, പൊങ്ങുമോ പൂരി? നോക്കാം അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ പൊന്നൂസ് പരത്തിയ പൂരി. അപ്പോൾ നമ്മുടെ പൂരി നമ്മളിതാ പരത്തി വെച്ചിട്ടുണ്ട്. പരത്തി വെച്ച പൂരി നമ്മൾ ചുട്ടെടുക്കാൻ പോകണം. നമ്മളൊരു ചീനിച്ചട്ടിക്കകത്ത് ആവശ്യത്തിനാണ് നമ്മൾ ഒഴിച്ചിട്ട് നമ്മുടെ പൂരി നമ്മൾ ചുട്ടെടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് നമ്മുടെ പൂരി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂരി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാകണം. അതേപോലെ തന്നെ ആവശ്യത്തിന് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. ഫുള്ളായിട്ട് നമ്മുടെ പൂരി പൊന്തി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൂരി തന്നെ നമ്മുടെ സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പൂരി തന്നെ. പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൂരികളും നമുക്ക് ചുട്ടെടുക്കാം. അടിപൊളി. നമ്മുടെ 2ാമത്തെ പൂരി നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അടിപൊളി പൂരിയാണ്. അപ്പൊ റവ ചേർക്കുന്നത് കൊണ്ടാണ് പൂരി നല്ലോണം പൊന്തി വരുന്നത് അല്ലേ? റവ ചേർക്കണം. പൊന്നൂസ് പറഞ്ഞോണ്ടാണ് എണ്ണ ചേർത്തത്. കണ്ട, അടിപൊളി പൂരി, നല്ല സൂപ്പർ പൂരി, നല്ല സൂപ്പറായിട്ട് പൊന്തി വന്ന പൂരി. അപ്പൊ കൂട്ടുകാരെ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി പൂരി നല്ല സൂപ്പറായിട്ട് പൊക്കി വന്നിട്ടുണ്ട്. നമ്മുടെ പൂരി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല പൊങ്ങി വന്ന നല്ല അടിപൊളി പൂരി അല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ ഈ പൂരി കഴിക്കാൻ പോകാം കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് കഴിച്ചാലോ മനസ്സേ? കഴിക്കല്ലേ? കഴിക്കുമ്പോ കാണാം. നല്ല അടിപൊളി പൂരിയാണ് കേട്ടോ അല്ലേ മനസ്സേ? നല്ല സോഫ്റ്റ് അല്ലേ? അത് എണ്ണ പിടിച്ചിട്ടില്ല അല്ലേ? നല്ല ക്രിസ്പിയാണ്. റവയൊക്കെ ഇട്ടപ്പോഴുള്ള ഒരു മുരുമുരിപ്പ് അല്ലേ? ഞങ്ങളുടെ കറി ഗ്രീൻ പീസ് കറിയാണ്. പൂരിക്ക് ശരിക്കും ഉരുളക്കിഴങ്ങ് കറിയാണ്, പൂരി ഭാജിയാണ് നല്ല ടേസ്റ്റ്. പക്ഷെ ഞങ്ങള് ഇന്ന് ഗ്രീൻ പീസാണ് കറി വെച്ചേക്കുന്നത്. പക്ഷെ അടിപൊളി കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. പൂരിക്കല്ലേ മനസ്സേ? കുട്ടിച്ച എങ്ങനെയുണ്ട് നമ്മുടെ പൂരി? സൂപ്പർ അല്ലേ? ആണോ? ഓ, ഞങ്ങള് മുമ്പൊക്കെ ഉണ്ടാക്കിയ പൂരിയേക്കാളും നല്ല സൂപ്പറാണ് നമ്മുടെ കുട്ടൂസ് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ പൂരിയുടെ ചെറിയ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലെ കുട്ടൂസേ? അല്ലേ? അപ്പൊ എന്താണ് തൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ ചേർത്താണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോ ഒന്നുപോലെ മിസ്സാതെ നിങ്ങളിലേക്ക് ഓടി എത്തുന്നതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.